മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ ചെറുത്തുരുത്തിയിൽ ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പിക്കപ്പ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി ചുങ്കത്തിന് സമീപമാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. അനീഷ് ആന്റണി ചേർന്നു വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ ഈ ഡ്രൈവറിന്റെ നില എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡ്രൈവർക്ക് കാര്യമായി അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കാലിന്റെ തുടയെല്ല് പൊട്ടി, അതുപോലെ പേശികൾ പുറത്തേക്ക് തൂങ്ങുന്ന നിലയിലാണ്. ഇന്ന് 5 മണിയോടെയാണ് ഈ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി ചുങ്കത്തിന് സമീപം പുലർച്ചെ അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഈ പിക്കപ്പ് വാൻ 10 മീറ്ററിലധികം നിരങ്ങി നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. പിക്കപ്പ് വാന്റെ മുൻവശം പാടെ തകർന്നു. ഈ ടാങ്കർ ലോറിയുമായിട്ടാണ് പിക്കപ്പ് വാൻ കൂട്ടിയിടിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനമുള്ളത്. ഈ അപകടത്തിന്റെ ആഘാതത്തിൽ പിക്കപ്പ് വാന്റെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ഡ്രൈവർ 15 മിനിറ്റിലധികം നേരം ഈ പിക്കപ്പിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. ഒടുവിൽ ഷൊർണൂർ ഫയർഫോഴ്സും അതുപോലെ ചെറുതുരുത്തി പോലീസും എത്തി ഗ്യാസ് കട്ടർ പോലുള്ള ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഈ പിക്കപ്പ് വാന്റെ ക്യാബിൻ പൊളിച്ച് മാറ്റിയ ശേഷമാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഉടൻ 108 ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടയില് പൊട്ടി, മാംസപേശികൾ മുറിഞ്ഞ് തൂങ്ങുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി. എന്തായാലും നാട്ടുകാരുടെയും പോലീസിന്റെയും ഷൊർണൂർ ഫയർഫോഴ്സിന്റെയും സംയോജിത ഇടപെടലിലാണ് അദ്ദേഹത്തെ ഈ പിക്കപ്പ് വാന്റെ ക്യാബിനിൽ നിന്നും പുറത്തെത്തിക്കാനായത്. ഹൈഡ്രോളിക് കട്ടർ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ക്യാബിനൊക്കെ പൊളിച്ചത്. എന്തായാലും നിലവിലിപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ദീപ്തി. അനീഷ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. തൃശ്ശൂരിലാണ് ഇത്തരത്തിൽ ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരമാണ് ലഭിക്കുന്നത്.